Hey guys, welcome back to another video. This is LNK from Sournight. അപ്പോൾ വീഡിയോയുടെ ടൈറ്റിൽ ഉണ്ടാവുക തന്നെ ഫോറക്സ് ട്രേഡിംഗ് ഗൈഡ് 2025. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പ്ലസ് ഒരു റോഡ് മാപ്പ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു സിംഗിൾ വീഡിയോ ആയിരിക്കില്ല, ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആയിരിക്കും. ഈ ഒരു ഗൈഡിൽ അറൗണ്ട് 6 ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ ഓരോ സെക്ഷന് ഡീപ്പായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സോ ആദ്യം തന്നെ എന്തിനാണ് ഈ ഒരു ഗൈഡ്? വൈ ദിസ് ഗൈഡ്? ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാല് അറൗണ്ട് 7 ട്രില്യൺ എ ഡേ ട്രേഡ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ ലാർജസ്റ്റ് മാർക്കറ്റ് ആണ്. ബട്ട് അതിലത്തെ ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ ഓവർ 90% ഓഫ് ട്രേഡേഴ്സ് ലൂസ് മണി. വൈ? കാരണം അതിന് റീസൺ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് പ്രിപ്പയർഡ് അല്ല. അവർ യാതൊരു പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു നാളെ പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഫോറക്സ് ട്രേഡിൽ അങ്ങോട്ട് കടന്നു വരുന്നവരാണ്. സോ ഈ ഒരു ഗൈഡ് ത്രൂ അത്തരം മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ പാത്തിലൂടെ ഒരു പ്രോപ്പർ ചാനലിലൂടെ നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിങ് കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിങ് സ്യൂട്ട് ആവില്ലേ കാര്യങ്ങളൊക്കെ. ഒരിക്കലും ഈ ഒരു ഗൈഡ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിങ് ഈസി ആണെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിങ്ങിലൂടെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനോ എന്നുള്ളതല്ല. ഈ ഒരു സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് എന്താണ് ഫോറക്സ് ട്രേഡിങ്, എന്തൊക്കെയാണ് അതിന്റെ ഹാർഷ് ട്രൂത്ത്, എന്തൊക്കെയാണ് അതിന്റെ ഡിഫിക്കൽട്ടീസ് കാര്യങ്ങളെല്ലാം നിങ്ങളെ മനസ്സിലാക്കി തന്നിട്ട് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം വെദർ യു ഷുഡ് ചൂസ് ഓർ നോട്ട്. ഫോർ എക്സാമ്പിൾ, ഫോറക്സ് മാർക്കറ്റിനെ നിങ്ങളൊരു ഓഷ്യനായിട്ട് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സമുദ്രമായിട്ട് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഓഷ്യൻ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ ആണ്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ്സ് ടു പവർഫുൾ. സോ നിങ്ങളൊരു ഓഷ്യനിലോട്ട് പോകുമ്പോൾ നിങ്ങൾ അതിലൊരു മാപ്പ് വേണം, അതേപോലെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ബോട്ട് വേണം. സോ ഈ ഒരു ഗൈഡ് എന്തായിരിക്കും? നിങ്ങൾക്ക് വേണ്ട മാപ്പ് ആയിരിക്കും. ആൻഡ് ആ സ്ട്രോങ് ആയിട്ടുള്ള ബോട്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിൽ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. സോ ബേസിക് ആയിട്ട് ഈ ഒരു ഗൈഡിന്റെ ഒരു എയിം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഗൈഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. സോ ഇനി നെക്സ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗൈഡിൽ ഏതൊക്കെയാണ് നമ്മൾ ചാപ്റ്റേഴ്സ് കാര്യങ്ങളൊന്ന് നോക്കാം. സോ ആസ് യു ക്യാൻ സീ ഹിയർ, നമ്മുടെ ഈ ഗൈഡിൽ 6 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓരോന്നും വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഡീപ്പായിട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. സോ അതിൽ ചാപ്റ്റർ 1 ഫ്രം ദ ബേസിക്സ് ആയിട്ട് നമ്മൾ വാട്ട് ഈസ് ഫോറക്സ് ട്രേഡിംഗ്. സോ ചാപ്റ്റർ 1 നമ്മൾ ഫോറക്സ് മാർക്കറ്റിന്റെ ഫണ്ടമെന്റ്സ് കാര്യങ്ങൾ, എങ്ങനെയാണ് ഫോറക്സ് മാർക്കറ്റ് വർക്ക് ചെയ്യുക, മറ്റുള്ള മാർക്കറ്റിൽ നിന്ന് ഫോറക്സ് മാർക്കറ്റ് എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്, എല്ലാതും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മളൊരു ഒരു എന്താ പറയുക, ഒരു ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പോകുന്ന സ്ഥലത്തിനെ പറ്റി എന്തൊക്കെയാണ് അവിടെ ഉള്ളത് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാമല്ലോ. അതേപോലെ തന്നെ നമ്മൾ ഫോറക്സ് മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പോൾ ഫോറക്സ് മാർക്കറ്റ് എന്താണ്, എങ്ങനെയാണ് എല്ലാതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ചാപ്റ്റർ 1 വാട്ട് ഈസ് ഫോറക്സ് ട്രേഡിംഗ് എന്നുള്ളത് നമ്മൾ ഡീപ്പായിട്ട് ലേൺ ചെയ്യും. ആൻഡ് ചാപ്റ്റർ 2 മാർക്കറ്റ് മെക്കാനിക്സ് ആൻഡ് ഫോറക്സ് സെഷൻസ്. ഫോറക്സ് മാർക്കറ്റിൽ ഓരോ ട്രേഡിംഗ് സെഷൻസ് കാര്യങ്ങളുണ്ട്. ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ, അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ നല്ല ബെസ്റ്റ് ടൈംസ് കാര്യങ്ങളുണ്ട്. സോ ആ ടൈംസും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ആ ടൈമിന് അക്കോർഡിംഗ് ആയിട്ട് ട്രേഡ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഹൈ പ്രോഫിറ്റബിൾ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വിൻ റേറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളെല്ലാം ലഭിക്കും. സോ
ആ ഒരു മാർക്കറ്റ് ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ 2 നമ്മൾ മനസ്സിലാക്കും. മാർക്കറ്റ് മെക്കാനിക്സ് ആൻഡ് ഓരോ സെഷൻ, ഈ ഓരോ സെഷൻസ്, ഡിഫറെന്റ് സെഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും. ആൻഡ് ചാപ്റ്റർ 3, വൈ മോസ്റ്റ് ട്രേഡേഴ്സ് ഫെയിൽസ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ട് ഞാനിതിനെ പറയും. കാരണം ഈ ഒരു ചാപ്റ്ററിലായിരിക്കും നമ്മൾ കോമൺ ആയിട്ട് അധിക ബിഗിനേഴ്സും അല്ലെങ്കിൽ ഒരു പുതിയൊരാള് ഫോറക്സ് മാർക്കറ്റിലോട്ട് വരുമ്പോൾ അവർക്ക് പറ്റാവുന്ന മിസ്റ്റേക്സ് കാര്യങ്ങൾ, ലൈക്ക് ഓവർ ലെവറേജിങ് അല്ലെങ്കിൽ ഇമോഷണൽ ട്രേഡിങ്, അല്ലെങ്കിൽ പെട്ടെന്ന് ലോസസ് റിക്കവർ ചെയ്യാൻ റിവെഞ്ച് ട്രേഡിങ് കാര്യങ്ങളൊക്കെ ഒരു കോമൺ ആയിട്ട് പുതിയൊരാൾക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അത്തരം മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, എന്താണ് നമ്മളിൽ പറയും. സോ ആ മിസ്റ്റേക്ക് കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ കണ്ട് മനസ്സിലാക്കിയിട്ട് ആ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ റെക്ടിഫൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ അതെല്ലാം അവോയ്ഡ് ചെയ്താൽ നിങ്ങൾ ആ 90% മുൻപെത്തി, ആ ഒരു 90%-ന്റെ നിങ്ങൾ മറികടന്നു. സോ ഈ ഒരു ചാപ്റ്റർ വളരെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് ഞാൻ പറയും. കാരണം നിങ്ങൾക്കുണ്ടാവാൻ, ഇപ്പൊ നിങ്ങളൊരു യൂഷ്വലി ഒരു പുതിയ ആളായതുകൊണ്ടാവും അങ്ങനെ ഒരു ഗൈഡ് വാച്ച് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ യു ക്യാൻ അവോയ്ഡ് ഇറ്റ്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, നിങ്ങൾ ഒരുപാട് മുന്നിലാണ്. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് മുന്നിലെത്തും. സോ this is one of the most important chapter 3, why most traders fail. And next chapter is chapter 4, building a winning strategy. ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണ്ടത്. ഒരുപാട് സ്ട്രാറ്റജീസ് കാര്യങ്ങളുണ്ടായിട്ട് കാര്യമില്ല. ഒരു സിംഗിൾ സ്ട്രാറ്റജി മതി എന്ത് ചെയ്യാൻ, നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ. സോ നല്ലൊരു ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിൽ റിസ്ക് ഒക്കെ എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം, അതേപോലെ മാർക്കറ്റിനെ എങ്ങനെ മനസ്സിലാക്കാൻ കാര്യങ്ങളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി, നല്ലൊരു വിന്നിങ് സ്ട്രാറ്റജി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയാം. സോ നെക്സ്റ്റ് ചാപ്റ്റർ 5, ട്രേഡിംഗ് സൈക്കോളജി ആൻഡ് ഡിസിപ്ലിൻ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കാരണം ഇവിടെയാണ് അധിക ട്രേഡേഴ്സും ഫെയിൽ ആവുക. കാരണം ഫിയർ, ഗ്രീഡ്, ഓവർ കോൺഫിഡൻസ്, റിവെഞ്ച് ട്രേഡിങ്, അതുപോലെ നമ്മുടെ ഇമോഷണലി സൈക്കോളജി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ട്രേഡിങ്ങിനെ എഫക്റ്റ് ചെയ്യും. സോ ആ ഇമോഷൻ കൺട്രോൾ ചെയ്യലും അതേപോലെ നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിങ്ങിന്റെ കാര്യത്തിൽ. സോ മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതേപോലെ ഇമോഷന്, ഗ്രീഡ് കാര്യങ്ങൾ എല്ലാം എങ്ങനെ കൺട്രോൾ ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 90% വിന്നിംഗ് റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിൽ തന്നു, പക്ഷെ നിങ്ങളുടെ സൈക്കോളജി അതേപോലെ മൈൻഡ് സെറ്റ്, നിങ്ങൾക്ക് ഡിസിപ്ലിൻ അല്ല, ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ഒരു 90% അല്ലെങ്കിൽ ഒരു 100% വിൻ റേറ്റ് ഉള്ള സെറ്റപ്പ് തന്നാൽ പോലും നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല. ട്രേഡിങ് പല ട്രേഡേഴ്സും പറയുന്ന ഒരു കാര്യമാണ് 70% സൈക്കോളജി, 30% സ്ട്രാറ്റജി. മറ്റു ചിലർ പറയും 80% സൈക്കോളജി, 20% സ്ട്രാറ്റജി. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സൈക്കോളജി ഈസ് ഗ്രേറ്റർ ദാൻ സ്ട്രാറ്റജി. നിങ്ങൾ പെർസെൻറ്റേജ് കാര്യങ്ങളൊന്നും നോക്കണ്ട, പക്ഷേ സൈക്കോളജി ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ സ്ട്രാറ്റജി. സോ ആ ഒരു സൈക്കോളജി അതേപോലെ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്തെടുത്താൽ നിങ്ങൾക്കൊരു 30% വിൻ റേറ്റുള്ള സ്ട്രാറ്റജി വിത്ത് 1:3 RR, ഒരു 1:3 RR ഉള്ളൊരു സ്ട്രാറ്റജി ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ മതി, ഒരു 30% വിൻ റേറ്റ് മതി. യു വിൽ ബി സ്റ്റിൽ ഇൻ പ്രോഫിറ്റബിൾ. സോ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു കോട്ട് ഉണ്ട്, ഇൻ ട്രേഡിംഗ് യുവർ ബിഗ്ഗസ്റ്റ് എനിമീസ് ഇൻ ദ മാർക്കറ്റ് ഇറ്റ്സ് യുവർ സെൽഫ്. ട്രേഡിങ്ങിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് മാർക്കറ്റ് അല്ല, പകരം നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ലോസസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കണതാണ് മോസ്റ്റ്ലി. അല്ലെങ്കിൽ ഒരു ബിഗിനറിന് അധികവും ഉണ്ടാകുന്ന ലോസസ് എന്താണ്, അവരുടെ തന്നെ മിസ്റ്റേക്ക് ആയിട്ട് വരുന്നതാണ്.
മേ ബി ഫിയർ കൊണ്ടാവാം, ഗ്രീഡ് കൊണ്ടാവാം, ഓവർ കോൺഫിഡൻസ് ആവാം, ഇമോഷണലി മാർക്കറ്റ് അവരെ പ്ലേ ചെയ്യുമ്പോൾ അവരുടെ കൺട്രോൾ പോകുന്നതും അങ്ങനെ പലതും. സോ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാം, അതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഈ ചാപ്റ്റർ 5 ട്രേഡിംഗ് സൈക്കോളജി ആൻഡ് ഡിസിപ്ലിൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. സോ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പറയും. ആൻഡ് അവർ ലാസ്റ്റ് ചാപ്റ്റർ, ചാപ്റ്റർ 6, സോർണേറ്റ്സ് ടിപ്സ് ആൻഡ് സീക്രട്ട് സോഴ്സസ്. ഈ ഒരു ചാപ്റ്ററിലായിരിക്കും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പല സ്ട്രാറ്റജീസും ടെക്നിക്സും നമുക്ക് പേഴ്സണലി വർക്ക് ആയിട്ടുള്ള പല ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് പേഴ്സണലി വർക്കായ കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല. പക്ഷെ വി വിൽ ബി സ്റ്റിൽ ഷെയറിങ് ഇറ്റ് വിത്ത് യു. അത് നമ്മൾ ജേർണൽ ചെയ്യുന്ന കാര്യങ്ങള്, അതേപോലെ പ്രോപ്പറായിട്ടുള്ള നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്ന റിസ്ക് മാനേജ്മെന്റ് കാര്യങ്ങൾ, അങ്ങനെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് എന്താണോ പ്രോപ്പറായിട്ട് നല്ലപോലെ വർക്കായി തോന്നിയിട്ടുള്ള അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ചാപ്റ്ററിൽ ഷെയർ ചെയ്യും. സോ ഈ ഒരു 6 ചാപ്റ്റർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഗൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈച്ച് ചാപ്റ്റർ ഈച്ച് ഒരു വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മൾ റിലീസ് ചെയ്യുന്നത്. സോ ഇനി നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ ചോദിക്കാം. അതേപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ അതും ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ ചോദിക്കാം. സോ നിങ്ങളിപ്പോൾ ഇത്രയും വീഡിയോ കണ്ട സ്ഥിതിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഗൈഡ് ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഗൈഡ് കൊണ്ട് ആർക്കൊക്കെയാണ് ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത്. ഈ ഒരു ഗൈഡ് കണ്ടിട്ട് നിങ്ങൾ ആരൊക്കെയാണോ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് എഫേർട്ട് ഇടുന്നത്, അതും കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇടുന്നത് ആരാണോ, നിങ്ങൾക്ക് ഒരു ഒരു മാസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് കാണാൻ കഴിയും. നിങ്ങളൊരു ബിഗിനർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ലോസസ് ഫേസ് ചെയ്ത ഒരാളായിക്കോട്ടെ, ഈ ഒരു ഗൈഡ് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിങ്ങിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഈ ഒരു ഗൈഡ് എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റിച്ച് ക്വിക്ക് ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതാ ഈ ഒരു 5 വീഡിയോസ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ കാര്യങ്ങള് ഒന്നുമല്ല. ഫോറക്സ് ട്രേഡിങ് എന്താണോ, അതിലെ ഡിഫിക്കൽട്ടീസ് എന്താണോ, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം, ഓവർകം ചെയ്യാം, ഒരു പ്രോപ്പറായിട്ട് കാര്യങ്ങൾ എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഒരിക്കലും നമ്മൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഫോറക്സ് ട്രേഡിംഗ് ഒന്നും പറയുന്നില്ല. ടൈം എടുത്ത് എഫേർട്ട് എടുത്ത് നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ ഉള്ളൂ എന്ത് ചെയ്യുക, ഏതൊരു കാര്യമാണെങ്കിലും നമുക്കത് അതിലൊരു സക്സസ് അച്ചീവ് ചെയ്യാൻ കഴിയും. സോ ഇതിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാത്ത് നമ്മൾ കാണിച്ചു തരും, ഒരു പ്രോപ്പറായിട്ട് നമ്മൾ നിങ്ങളെ ഗൈഡ് ചെയ്യും. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക് ഇടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രാജുവലി പ്രോഫിറ്റബിൾ ആവാം. സോ നമ്മൾ ഈ ഗൈഡിന്റെ എല്ലാ ഓവർവ്യൂവും കാര്യങ്ങളും പറഞ്ഞു, എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ഇതിന്റെ ഒരു റോഡ് മാപ്പ് എങ്ങനെയാണ് ഓരോ ചാപ്റ്റേഴ്സ് കാര്യങ്ങൾ സെക്ഷൻ വൈസ് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചാപ്റ്റർ 1 വാട്ട് ഈസ് ഫോറക്സ് ട്രേഡിംഗ് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സീരീസ്. സോ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ നമ്മൾ ചാപ്റ്റർ 1 റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവില്ല. വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഐ ആം സോറി ഫോർ ദാറ്റ്. നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡീഷണൽ ഇൻഫോ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലീവ് ചെയ്യാം. ദിസ് ഈസ് അലൻ കെ സൈനിങ് ഓഫ്. താങ്ക് യു.